प्यारे बच्चों आदाब ഇന്ന് നമ്മൾ SM സർവർ സാഹിബിൻ്റെ ഹയർ സെക്കൻഡറി ലെവലിലുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, സയ്യിദ് മുഹമ്മദ് സർവർ കഹാ പൈദാ ഹുയെ, എവിടെയാണ് ജനിച്ചത്? തൃശ്ശൂർ ജില്ലയ്ക്ക് കാട്ടൂർമേ, തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിലാണ്. രണ്ടാമത്തെ ചോദ്യം, കിസ് ഷായർ കോ ഷായരെ മഷ്രിഖ് കഹാ ജാത്ത ഹെ, ഏത് കവിയെയാണ് ഷായരെ മഷ്രിഖ് എന്ന് വിളിക്കുന്നത്? മഷ്രിഖ് എന്നാൽ കിഴക്ക്, കിഴക്കിൻ്റെ കവി എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ഗസൽ കെ കിസ് ഷീർ മേ ഷായർ അപ്ന തഖല്ലുസ് ഇസ്തിമാൽ കർത്താ ഹെ, തഖല്ലുസ് എന്നാൽ തൂലികയാണ്. ഗസലിൻ്റെ ഏത് വരിയിലാണ് കവി തൻ്റെ തൂലിക ഉപയോഗിക്കുന്നത്? ആഖിരി ഷീർ, അവസാനത്തെ വരിയിലാണ്. ഇതിന് മക്ത എന്നും പറയും. മക്തയിലാണ് കവി തൻ്റെ തൂലിക ഉപയോഗിക്കുന്നത്. നാലാമത്തെ ചോദ്യം, റുബായി കാ ദൂസര നാം ക്യാ ഹെ, റുബായി എന്നാൽ 4 വരി കവിതയാണ്. അതിൻ്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കുന്നത്. ദോ ബീത്തി, ദോ ബീത്തി എന്ന് പറഞ്ഞാൽ 2 ഇരടികൾ. അപ്പോൾ 2 2 4. അഞ്ചാമത്തെ ചോദ്യം, ഹിന്ദുസ്ഥാനി ഫിലിമി ദുനിയാമേ ബുൽബുലെ ഹിന്ദ് കിസ്കോ മാനി ജാത്തി ഹെ, ഇന്ത്യൻ സിനിമാ ലോകത്ത് വാനമ്പാടി, ബുൽബുലെ ഹിന്ദ് എന്നാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ലതാ മങ്കേഷ്കർ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ഹിന്ദ് കി അങ്ക്ഷത്രി കാ ഹെ നഖീനെ കേരള, ഏ കഹി അഷിയായെ നാദാൻ കാ ഹസാന കേരള, യെ കിസ്ക ലിഖാ ഹുവ ഷീർ ഹെ, ഇത് ആര് എഴുതിയ കവിതയാണ്? കേരളത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. SM സർവർ എന്നാണ് ആൻസർ. ഏഴാമത്തെ ചോദ്യം, ആൽമി യൗമേ ഉറുദു കിസ് ദിൻ മനായ ജാത്ത ഹെ, ലോക ഉറുദു ദിനം എപ്പോഴാണ് ആചരിക്കുന്നത്? നവംബർ 9, നവംബർ 9. എട്ടാമത്തെ ചോദ്യം, SM സർവർ സാഹിബ് കെ പെഹലെ ഷായരി മജ്മുഅ കാ നാം ക്യാ ഹെ? ഉത്തരം അർമുആനെ കേരള. 9ാമത്തെ ചോദ്യം, ആ അമ കിസ്കി നസം ഹെ? SM സർവർ സാഹിബ്. 10ാമത്തെ ചോദ്യം, റുബായി കാ കോൻസ മിസ്രെ ബഹുത് എഹം ഹെ, റുബായിയുടെ ഏത് വരിയാണ്? റുബായിൽ 4 വരിയാണ് ഉണ്ടാവുക. റുബായി എന്ന് പറഞ്ഞാൽ 4 വരി കവിതയാണ്. അതിലേറ്റവും ബഹുത് എഹം, വളരെ പ്രധാനപ്പെട്ട വരി ഏതാണ്? ചോത്ത, 4ാമത്തെ വരിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരി. 11ാമത്തെ ചോദ്യം, കേരള കെ പെഹലെ വസീറെ തഅലീം കോൻ തെ, കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വസീർ എന്നാൽ മന്ത്രി, തഅലീം എന്നാൽ വിദ്യാഭ്യാസം. പെഹല ആദ്യത്തെ, അപ്പം ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നാണ് ചോദ്യം. ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ഇതേ ചോദ്യം നമുക്ക് കേരളത്തിന് വരുമ്പോൾ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കാ പെഹലെ വസീറെ തഅലീം എന്നാണ് ചോദ്യം വന്നതെങ്കിൽ അവിടെ അബുൽ കലാം ആസാദാണ് ഉത്തരമായി വരുന്നത്. 12ാമത്തെ ചോദ്യം, കേരള കോ കിസ് നാം സെ ജാനെ ജാത്ത ഹെ, കേരള ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹുദാക്കി അപ്പിനി ബസ്തി, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. 13ാമത്തെ ചോദ്യം, ഹമാര കൗമി തരാന കിസ്നെ ലിഖ, നമ്മുടെ ദേശീയ ഗാനം ആരാണ് എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോർ. 14ാമത്തെ ചോദ്യം, മേരി ജിന്ദഗി ഹെ മേരാ പൈഗാം ഹെ, മേരി ജിന്ദഗി ഹെ മേരാ പൈഗാം ഹെ, എൻ്റെ ജീവിതം തന്നെയാകുന്നു എൻ്റെ സന്ദേശം. ഈ കൗൽ കിസ്കാ ഹെ,
ഈ ഒരു വാക്കുകൾ ആരുടേതാണ്? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്, നമ്മുടെ രാഷ്ട്രപിതാവ്. ഹമാര ബാബായെ കൗം മഹാത്മാഗാന്ധിജിനെ കഹ. 15ാമത്തെ ചോദ്യം, ഗാലിബ് കാ പെഹല തഹല്ലുസ് ക്യാ ഹെ? ഗാലിബിൻ്റെ ആദ്യത്തെ തൂലികാ നാമം എന്തായിരുന്നു എന്നാണ്. അസദ്, അസദ് സിംഹം. അസദുല്ലാ ഖാൻ ഗാലിബ് എന്നതാണ് നാമം. അതിൽ അസദായിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പിന്നീട് ഗാലിബ് എന്നതാക്കി. 16ാമത്തെ ചോദ്യം, കേരള കെ മൗജൂദ ഗവർണർ കോൻ ഹെ? മൗജൂദ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള, കറൻ്റ്ലി ഇപ്പോഴുള്ള ഗവർണർ ആരാണ്? ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 17ാമത്തെ ചോദ്യം, കേരള കെ ബാബായെ ഉറുദു കോൻ ഹെ? കേരളത്തിലെ ഉറുദുവിൻ്റെ പിതാവ് ആരാണ്? ബാബായെ ഉറുദു. ഉത്തരം SM സർവർ സാഹിബ്. 18ാമത്തെ ചോദ്യം, ഉറുദു കെ പെഹലെ അവാമി ഷായിർ കാ നാം ക്യാ ഹെ? അവാമി എന്നാൽ ജനകീയനായ. ഉറുദുവിലെ ആദ്യത്തെ ജനകീയനായ കവി ആരാണ്? ഉത്തരം നസീർ അക്ബർ ആബാദി. 19ാമത്തെ ചോദ്യം, ഫോർട്ട് വില്യം കോളേജ് കഹ കായം ഹെ? ഫോർട്ട് വില്യം കോളേജ് കഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊൽക്കത്ത. ഫോർട്ട് വില്യം കോളേജ് ഉറുദു ഭാഷയുമായി വളരെ പ്രധാനപ്പെട്ട ഒരു കോളേജാണ്. അതായത് ബ്രിട്ടീഷുകാരെ ഉറുദു പഠിപ്പിക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള കോളേജാണ് ഫോർട്ട് വില്യം കോളേജ്. 20ാമത്തെ ചോദ്യം, ഗാലിബ് കിസ് ബാദ്ഷാ കെ ഉസ്താദെ ഷായിർ തെ? ഗാലിബ് ഏത് ചക്രവർത്തിയുടെ ഉസ്താദെ ഷായിർ, അതായത് കവിത പഠിപ്പിക്കുന്ന ഉസ്താദ് അല്ലെങ്കിൽ കവിതയിലെ മാഷ് ആരായിരുന്നു? ഏത് ബാദ്ഷയുടേതായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ബഹാദുർ ഷാ സഫർ. അപ്പോൾ ബഹാദുർ ഷാ സഫർ ഉറുദു കവിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ഉറുദു കവിതയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് പ്രശസ്ത ഉറുദു ഗസൽ എഴുത്തുകാരനായിട്ടുള്ള മിർസ ഗാലിബാണ്. അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.